നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നടി കുണുക്കി അലമാരുടെ പൊക്കത്ത് കയറാൻ? അതാ നമുക്ക് കൂടുതൽ ദേഷ്യം കയറിയ. അച്ഛൻ വരുമ്പോ ഇനി അച്ഛനും കിട്ടും നിനക്കിട്ടും കിട്ടും. എന്റെ പൊന്നു കുണുക്കി, ഈ ബുജി എന്നുള്ള പേര് ഭയങ്കര ബോറാട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഡോറ ബുജി? ഇനി വേറെ പേരിട്. അത് നേരെ അടി കുണുക്കി, ഈ ബുജി അത്ര പോരാ. നമ്മുടെ വീഡിയോ കണ്ട് കുറെ പേര് കമന്റ് ഇട്ടു ഈ പേര് മാറ്റാനായിട്ട്. നീ വേറെ പേര് പറ. റയോണയോ? എന്റെ ദൈവമേ, എല്ലാം ഇവിടെ പ്ലേ സ്കൂളിലെ കുട്ടികളുടെ പേരാ. വേറെ വല്ല പേരിട എന്റെ പൊന്നു കുണുക്കി. കല്ലുവോ? അതും അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ആ കല്ലു എങ്കിൽ കല്ലു, ബുജിനേലും നല്ലതാ. എല്ലാരും ഞാൻ വരുന്നത് നോക്കിയിരിക്കുവാണോ അമ്മേനോട് പറഞ്ഞു കൊടുക്കാൻ? അതെ അച്ഛാ, അമ്മ ഞങ്ങൾ എല്ലാരെയും പുറത്താക്കി. എന്റെ പൊന്നു കുണിക്ക്, നിന്റെ ഒരു വാശി കാരണം ഗീത എന്നെ ഫോൺ വിളിച്ച് എന്തോരം ചീത്ത പറഞ്ഞെന്നറിയോ? എന്നെ വേഗം ഇങ്ങോട്ട് വരുത്തിയേക്കുവാ. നിന്റെ കയ്യിലെ പപ്പിക്കുട്ടീനെ വാങ്ങിച്ച് എവിടെ നിന്നാണോ കിട്ടി അവിടെ കൊണ്ട് കളയാനായിട്ട്. അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്റെ പൊന്നെ, അമ്മ അവിടെ ഉറങ്ങി തുള്ളി നിൽക്കും. അച്ഛന് രാത്രി വന്നാ പോരായിരുന്നോ? ഓ വന്നോ? എന്റെ പൊന്നെ, പട്ടികളും കുട്ടികളും എനിക്ക് മടുത്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ റോട്ടിൽ നിന്ന് കിട്ടിയ ചാവലിപ്പട്ടിനെ കൊണ്ട് കളഞ്ഞോളാം. എന്റെ പൊന്നു ഗീത, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞാൻ കൊണ്ട് കളഞ്ഞോളാം. കണ്ടോ കണ്ടോ, ഈ കൊച്ചു പറയണ കേട്ടോ? നിങ്ങൾ ഈ പട്ടീനെ വീട്ടിൽ കൊണ്ടുവന്നത് കൊണ്ടല്ലേ ഈ കൊച്ചു ഇങ്ങനെ പറയണേ? അവിടെ വെച്ച് തന്നെ കളഞ്ഞിട്ട് പോന്നിരുന്നെങ്കിൽ ഇത് കേൾക്കേണ്ടി വരുമായിരുന്നോ? ഒരടി ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ. എന്റെ പൊന്നു ഗീത, നീ കുട്ടികളോട് തല്ലുപിടിക്കാതെ നീ ഇങ്ങോട്ട് വന്നേ. എന്താ എടി ഒന്ന് പതുക്കെ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. കുണിക്ക് എന്തായാലും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഞാൻ അതിനൂടെ വളർത്താൻ സമ്മതിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചേക്കണേ? അയ്യോടി ഒന്ന് അടങ്ങ്. കുണിക്ക് എന്തായാലും ഉറങ്ങട്ടെ, അന്നേരം ഞാൻ ആ പപ്പീനെ കിട്ടി കൊടുത്ത് കൊണ്ടേയിടാം. അവളെ എണീക്കുമ്പോൾ അത് തനിയെ പോയി എന്തെങ്കിലും പറയാം. നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞാൻ കൊണ്ടേ കളഞ്ഞോളാം. കള ഞാൻ നിങ്ങൾക്ക് കൊള്ളാം. എന്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കടയിലോട്ട് ചെല്ലട്ടെ, എന്ത് തിരക്കാന്നറിയോ? ഇപ്പൊ തന്നെ വന്നോന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുത്തിച്ചതാ നിങ്ങളുടെ അമ്മ. എടി കുണിക്ക്, നീ അധികം ഒന്നും സന്തോഷിക്കണ്ട. കാരണം അച്ഛൻ അമ്മേനെ മാറ്റി നിർത്തി എന്തോ പറയണ കേട്ടോ. എനിക്ക് ഈ പപ്പീനെ കളയണ കാര്യം പോലെയാ തോന്നിയേ. അത് വേറെ വല്ല കാര്യമായിരിക്കും. അല്ലേ ചേച്ചി, ഈ പപ്പീനെ കളയാൻ പ്ലാൻ ഇട്ടതാ. കുണിക്ക്, നീ നിന്റെ കയ്യിൽ നിന്ന് മാറ്റരുത് കേട്ടോ. ഉണ്ണാനും ഉറങ്ങാനും ബാത്റൂമിൽ എങ്ങും പോകണ്ട. പോയാ നിന്റെ പപ്പിയുടെ കാര്യം പോക്കാം. അത് ശരിയാണല്ലോ കുണിക്ക്. അവൻ ബൈക്കിൽ കയറുമ്പോൾ നിനക്ക് ബൈക്കിൽ നിന്ന് ഇറക്കണം. ഇപ്പൊ ഊഞ്ഞാലിൽ അവൻ ഇരിക്കുമ്പോൾ അവന് നിനക്ക് ഊഞ്ഞാലിൽ നിന്ന് ഇറക്കണോ? നേരത്തെ ഇതേപോലെ കിടന്ന് തല്ലുപിടിച്ചിട്ടല്ലേ അച്ഛൻ നിന്നെ പുറത്ത് കൊണ്ടുപോയത്. അന്നേരമാണ് ഈ പപ്പീനെ കിട്ടിയത്. ഇനി ഇവിടെ കിടന്ന് തല്ലുപിടിച്ച് ആരും മൈൻഡ് ചെയ്യൂല കേട്ടോ. എന്നാ കുണുക്ക മാറണ്ട, ഞാൻ എണീറ്റ് തന്നേക്കാം. നീ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലടിക്കോ. എന്റെ ദൈവമേ, ഇവര് വലുതായി വരുന്നതോറും തല്ലുപിടുത്തം കൂടിക്കൂടി വരുവാണല്ലോ. നമ്മളൊന്നും ഒന്നും അല്ലാന്നാ തോന്നുന്നേ. കുണിക്ക് നിക്ക്. ദൈവമേ, അവള് പിന്നെ ആ പപ്പീനായിട്ട് അകത്തേക്കാണല്ലോ പോയത്. ഓ എനിക്ക് വയ്യ അമ്മയുടെ ചീത്ത കേൾക്കാൻ. അമ്മ ചീത്ത പറയുമ്പോ നമ്മൾ എല്ലാരെയും കൂടി പറയും. ഓ ഈ സാധനത്തിനെ കൊണ്ട് നീ വീണ്ടും അകത്ത് കയറിയോ? എന്ത് പറയാനാ. ദേ ചായ ഞാൻ അവിടെ ആറാൻ വെച്ചിട്ടുണ്ട്. ആറി കഴിയുമ്പോ കുടിക്കേ. പിന്നെ കുണുക്കനുമായിട്ട് ഇരുന്ന് ബിസ്ക്കറ്റ് കഴിക്കണം കേട്ടോ. അയ്യോ, ഇതിൽ വെച്ചിരുന്ന ബിസ്ക്കറ്റ് എവിടെ? അത് ഞാൻ കഴിച്ചു. അല്ല, അത് കുറെ ഉണ്ടായിരുന്നല്ലോ. അത്ര നീ കഴിക്കില്ലല്ലോ. ഞാൻ ഇതൊന്നും നിത്യക്കും കുണുക്കനും കുണുക്കിക്കും കൂടി കഴിക്കാൻ വെച്ചിരുന്നതാ. വിശന്നപ്പോ കഴിച്ചതാ. അതെന്തൊരു വിശപ്പാ? എന്നാലും അതെങ്ങനെ? എടി, ഈ പട്ടിയുടെ മുഖത്ത് എന്താ ബിസ്ക്കറ്റിന്റെ പൊടി പറ്റി പിടിച്ചിരിക്കുന്നേ? അതമ്മേ. കുണുക്കി വന്ന് വന്ന് നുണ പറയാൻ തുടങ്ങിയല്ലേ. ദൈവമേ, ബിസ്ക്കറ്റ് എല്ലാം ഈ പട്ടിക്ക് എടുത്ത് കൊടുത്തു. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇത്രയും വേഗം ഈ നാശം പിടിച്ചതിനെ കൊണ്ടേ കളയണമെങ്കിൽ കുണുക്കി ഒന്ന് ഉറങ്ങിയാ മതിയായിരുന്നു. ഗീതേ, കുണിക്ക് ഉറങ്ങിയോ? നിങ്ങളുടെ ഐഡിയ ഒന്നും അവരുടെ അടുത്ത് നടക്കില്ല. പപ്പീനെ കൊണ്ടുപോകുന്ന പേടിച്ചാണെന്ന് തോന്നുന്നു. ഉച്ച കഴിഞ്ഞ് നീതും നിത്യവും കുണുക്കനും എല്ലാരും ഉറങ്ങി. കുണിക്കുമോള് മാത്രം ഉറങ്ങാതെ അവിടെ ഇരിപ്പുണ്ട്. ദൈവമേ, അതല്ലടി ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പറ്റി? എടി, അത് ഞാൻ തിരിച്ച് കടയിലേക്ക് പോണ വഴി ഞങ്ങൾ ആ വണ്ടി ഇടിക്കാൻ പോയില്ലേ, അവിടെ ഒരു അച്ഛനും മോള് നിന്ന് പട്ടീനെ അന്വേഷിക്കുന്നു. ഞാൻ വണ്ടി നിർത്തി ചെന്നപ്പോഴാണ് അവരുടെ വീട്ടിലെ പട്ടി അതുവഴി എങ്ങാനും ഓടിപ്പോയതാന്ന് അവർ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് അവരെ കൊണ്ട് ഇങ്ങോട്ട് വരായിരുന്നില്ലേ? ആ പട്ടീനെ കൈയോടെ കൊണ്ടുപോകായിരുന്നല്ലോ. എടി, കുണിക്കുമോള് സമ്മതിക്കില്ലല്ലോ. കരഞ്ഞു പിന്നെ ബഹളമാകും. നിനക്കറിയാലോ, കൂടുതൽ കരഞ്ഞു വല്ല പനിയും വന്നാലോ സ്കൂൾ തുറക്കാൻ പോവുക. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ആ വീട്ടിലെ പട്ടിയല്ലേ, അത് അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അയാളോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലുണ്ടെന്നും അവര് വരാന്ന് പറഞ്ഞു. പിന്നെ മോള് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അയാളെ പറഞ്ഞത് മോൾ ഉറങ്ങിക്കഴിഞ്ഞ് പറഞ്ഞാൽ മതി വരാന്ന്. എന്റെ പൊന്നു മാധവൻ ചേട്ടാ, കുണിക്ക് ഇന്ന് രാത്രി ഉറങ്ങില്ല. അവളെ നമ്മളെക്കാളൊക്കെ ബുദ്ധിമതിയാ. ഇടുക്കി ഇത് എങ്ങനെയെങ്കിലും ആ പട്ടിനൊന്നും എടുത്ത് താടി ഞാൻ അച്ഛനും മോക്കും കൊണ്ടേ കൊടുക്കട്ടെ. അവരോട് ഇങ്ങോട്ട് വരാൻ പറയുന്നതായിരിക്കും നല്ലത്. ഇതാണ് വീടെന്ന് തോന്നുന്നു. എന്റെ പപ്പ എവിടെ?
ആ നിങ്ങൾ വീട് കണ്ടുപിടിച്ച് വന്നോ? ഞാൻ പറഞ്ഞതല്ലേ പപ്പിനെ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന്. സോറി ചേട്ടാ, ഇനിയും കാത്തിരിക്കാൻ മോക്ക് വയ്യ. അവൾ ഒരേ കരച്ചില്ല. വയ്യാതായപ്പോൾ ഞാനിങ്ങോട്ട് വന്നതാ. ആ പപ്പിനെ തന്നെങ്കിൽ ഞങ്ങൾക്ക് പോകായിരുന്നു. അങ്കിൾ എന്റെ പപ്പി എവിടെ? പപ്പി ഇവിടെ ഉണ്ട്, മോള് പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇളയ കുഞ്ഞ് 3.5 വയസ്സുള്ളൂ. അവൾ അതിനെ എടുത്തോണ്ട് കിടക്കുക, ആർക്കും കൊടുക്കുന്നില്ല. അവളൊന്ന് ഉറങ്ങിയിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാമെന്ന് കരുതിയതാ, പക്ഷെ അവൾ ഉറങ്ങുന്നില്ല. ആ മിക്കി, ഇതാ എന്റെ മിക്കി. മിക്കി, മിക്കി ഇങ്ങ് വാ. ഇത് മിക്കിയല്ല, ഇത് കല്ലുവാണ്. കല്ലൊന്നുമല്ല, ഇത് മിക്കിയ. എന്റെ പപ്പിയാ ഇത്. ഇങ്ങ് താ. ചേച്ചിയുടെ പപ്പി ഇതെന്താ? വീട്ടിൽ നിന്ന് ഇവൻ ഇറങ്ങി ഓടിയതാ. കാണാതെ ഇത് ഞങ്ങൾ കുറെ സങ്കടപ്പെട്ടു. അപ്പോഴാ പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ ഇവിടെ കിട്ടിയെന്ന്. എനിക്ക് താ, എനിക്ക് മിക്കിയില്ലാണ്ട് പറ്റൂല. ഇത് കുളിക്ക് റോട്ടിന്ന് കിട്ടിയ പപ്പി ഞാൻ തരൂല. അല്ല കുണിക്കുമോളെ, പറയണൊന്ന് കേക്ക്. ഇതേ ഈ ചേച്ചിയുടെയാ, അതങ്ങ് കൊടുത്തേക്ക്. അയ്യോ, പപ്പീനെ തട്ടിക്കൊണ്ടുപോണേ. പപ്പീനെ ഇങ്ങ് തന്നേ. അയ്യോ വീട്. അയ്യോ തല്ലു പിടിക്കല്ലേ പിള്ളേരെ. കുണിക്ക് തല്ലു പിടിക്കല്ലേ, അതങ്ങ് കൊടുക്ക. അച്ഛൻ പറയണ കേക്ക്.